ഹലോ എവ്രിവൺ. ലെറ്റ്സ് ഡിസിപ്ലസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഫാമിലി ലോ 2 ടോപ്പിക്സ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ജോയിന്റ് ഹിന്ദു ഫാമിലി, ഒറിജിൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി, കോൺസെപ്റ്റ് ഓഫ് കോപാർട്ണറി, ക്യാരക്ടറിസ്റ്റിക്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് കോപാർട്ണേഴ്സ്, കോപാർട്ണറി പ്രോപ്പർട്ടി ആൻഡ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി എന്നീ ടോപ്പിക്സ് ആണ്. നമുക്ക് നോട്ട്സിലേക്ക് പോകാം. So first topic, joint Hindu family ആണ്. Joint Hindu family is an important aspect of Hindu law. Hindu law ഒരു important aspect ആണ് joint Hindu family, and it reflects traditional Indian values, അതായത് യൂണിറ്റി, കോപ്പറേഷൻ, കളക്റ്റീവ് ലിവിംഗ് എന്നിങ്ങനെയുള്ള ട്രഡീഷണൽ ഇന്ത്യൻ വാല്യൂസിനെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ മാറ്റേഴ്സ് ഓഫ് പ്രോപ്പർട്ടി, സക്സഷൻ ആൻഡ് മെയിൻ്റനൻസ്. അതായത് പ്രോപ്പർട്ടി, സക്സഷൻ, മെയിൻ്റനൻസ് എന്നീ മാറ്റേഴ്സിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. അടുത്തത് ഇതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. It is an institution which is legally recognized, consisting of all persons lineally descended from a common ancestor, along with their wife and unmarried daughters. അതായത് ഈ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വിച്ച് ഇസ് ലീഗലി റെക്കഗ്നൈസ്ഡ്. ഏത് ലോ പ്രകാരം റെക്കഗ്നൈസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഹിന്ദു സക്സഷൻ ആക്ട് 1956 ആണ്. ആൻഡ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന പേഴ്സൺസ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നും ലീനിയലി ഡിസെൻഡ് ചെയ്യുന്ന കുറച്ച് ജനറേഷൻസും പിന്നെ അവരുടെ വൈഫ്സും അൺമാരിഡ് ഡോട്ടേഴ്സും കൂടെ ചേരുന്നതാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് അണ്ടിൽ ഇറ്റ് ഈസ് പാർട്ടീഷൻഡ്. അതായത് എത്ര നാൾ വരെയാണോ ഇത് പാർട്ടീഷൻ നടക്കുന്നത് അത്രയും നാൾ വരെ ഇത് എക്സിസ്റ്റ് ചെയ്യും. അതായത് പാർട്ടീഷൻ വരെ ജോയിന്റ് ഹിന്ദു ഫാമിലി എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കർത്ത എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഈ എല്ലാ ജോയിന്റ് ഹിന്ദു ഫാമിലീസും മാനേജ് ചെയ്യാൻ ഒരു മാനേജർ കാണും. ആ മാനേജറിനെ വിളിക്കുന്ന പേരാണ് കർത്ത എന്ന് പറയുന്നത്. യൂഷ്വലി ഏറ്റവും എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആണ് കർത്തയാകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഒറിജിൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി. ഈ ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒറിജിന് വേണ്ടിയിട്ട് ഒത്തിരി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഫാക്ടേഴ്സിൽ ചിലതാണ് സൊസൈറ്റി, റിലീജിയസ് ബിലീഫ്, എക്കണോമിക് ഫാക്ടേഴ്സ് എക്സെട്ര. അപ്പൊ ഇതിലെ സൊസൈറ്റി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് ഇന്ത്യയിൽ അഗ്രികൾച്ചർ ആയിരുന്നു മെജോറിറ്റി ഓഫ് പീപ്പിളും ഒരു ഇൻകം സോഴ്സ് ആയിട്ട് കണ്ടിരുന്നത്. സോ അഗ്രികൾച്ചറിന്റെ ഒരു ബെറ്റർ ഈൽഡിന് വേണ്ടി ഒത്തിരി ആൾക്കാരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടി അതിന്റെ നീഡുണ്ട്, പാർട്ടിസിപ്പേഷന്റെ ആവശ്യകതയുണ്ട്. സോ അത് ഈ പറഞ്ഞ ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ ഒറിജിന് കാരണമായി. അതുപോലെ തന്നെ കുറെ ആൾക്കാര് ലിവിങ് ടുഗദർ ആസ് എ ജോയിന്റ് ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അവിടെ എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ സപ്പോർട്ട് എമംഗ് ദി ഫാമിലി മെമ്പേഴ്സ്, അതും ഈ അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് കൂടി വരുന്നുണ്ട്. സോ ഇതൊക്കെ ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ ഒറിജിന് കാരണമായി. പിന്നെ റിലീജിയസ് ബിലീഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഓരോ റിലീജിയസ് പ്രാക്ടീസസിനും കളക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സിന്റെ ആവശ്യമുണ്ട്. ഫാമിലി മെമ്പേഴ്സിലെ എല്ലാവരും ഒരു റിലീജിയസ് റിച്വലിന് പങ്കെടുക്കണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അങ്ങനെയുണ്ട്. സോ അതും ഈ പറഞ്ഞ ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ ഒറിജിന് കാരണമായി. അടുത്തത് ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടെ പറയാം. ഒരു കോമൺ ആൻസസ്റ്ററും അതുപോലെ തന്നെ അയാളുടെ മെയിൽ ലീനിയർ ഡിസെൻഡൻസും പിന്നെ അവരുടെ വൈഫ്സും അൺമാരീഡ് ഡോട്ടേഴ്സും ചേരുന്നതാണ് ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി. അപ്പോ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ഒരു കോമൺ മെയിൽ ആൻസസ്റ്റർ, പിന്നെ സൺസ്, ഗ്രാൻഡ് സൺസ്, ഗ്രേറ്റ് ഗ്രാൻഡ് സൺസ്, along with their family members along with their female members such as wives, unmarried daughters, ഇവരൊക്കെ ചേർന്നതാണ് ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി. അടുത്ത ടോപ്പിക് കോൺസെപ്റ്റ് ഓഫ് കോപാർട്ണറി ആണ്. ഈ കോപാർട്ണറി എന്ന് പറയുന്നത് ജോയിന്റ് ഹിന്ദു ഫാമിലിക്ക് അകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. So it is a narrower body within a joint Hindu family consisting of members who acquire a right on the property by birth. അതായത് ജോയിന്റ് ഹിന്ദു ഫാമിലിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നാരോവർ ബോഡിയാണ്. ഇതിനകത്ത് മെമ്പേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ those members who acquire a right by birth on the property. അതായത് ഏത് പ്രോപ്പർട്ടി ആണെങ്കിൽ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടിയിൽ ബൈ ബർത്തിലൂടെ ഒരു റൈറ്റ് ആക്വയർ ചെയ്യുന്ന മെമ്പേഴ്സിനെയാണ് കോ പാർട്ണറിക്കകത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ കോ പാർട്ണേഴ്സ് എന്ന് വിളിക്കും. ആൻഡ് ഈ കൺസെപ്റ്റ് മെയിൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് മിതാക്ഷര സ്കൂൾ ഓഫ് ലോ ആണ്. നമുക്കറിയാം ഹിന്ദു ലോ മെയിൻ ആയിട്ട് 2 സ്കൂൾസ് ഓഫ് ലോ ഉണ്ട്. ഒന്ന് മിതാക്ഷര, രണ്ട് ദയാഭാഗ. മിതാക്ഷരയാണ് ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ള എല്ലാ പാർട്സിലും മേജർ പാർട്സിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ളത്.
ദേവഭാഗ ബംഗാൾ ആൻഡ് അസം റീജിയനിലായിരുന്നു പ്രിവെയിലിംഗ് ആയിട്ടുള്ളത്. സോ ഈ കോപ്പാസ്റ്ററി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വിദാക്ഷര സ്കൂൾ ഓഫ് ലോ റെക്കഗ്നൈസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ്. അടുത്തത് കോപ്പാസ്റ്ററി ഇൻക്ലൂഡ്സ് only male members up to 4 generations from the last holder of the property, like father, sons, grandsons, great grandsons. അതായത് ഒരു കോപ്പാസ്റ്ററിക്കകത്ത് ഒരു കോമൺ ആൻസെസ്റ്ററും ആ കോമൺ ആൻസെസ്റ്ററിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള 4 ജനറേഷൻസ് കൂടി ചേരുന്നതാണ് 4 മെയിൽ മെമ്പേഴ്സ്. ഓക്കെ, ഇന്നത്തെ ഫീമെയിൽ ഇല്ല, മെയിലേ ഉള്ളൂ. ആ മെയിൽ മെമ്പേഴ്സ് കൂടി ചേരുന്നതാണ് കോപാർട്ട്നേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ മെയിൽ മെമ്പേഴ്സിൽ ചില മാറ്റം വന്നത് 2005 ശേഷം ഫീമെയിൽ മെമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇത് 2005 മുന്നേ ഉള്ള കോൺസെപ്റ്റ് ആണ് പറയുന്നത്. And these members had community of interest and unity of possession in the joint family property, and each co-partner had the right to demand partition. അതായത് ഈ കോപ്പാസ്റ്ററിക്കകത്തെ മെമ്പേഴ്സിന് കോമൺ ഇൻട്രസ്റ്റ്, കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, കോമൺ ഇൻട്രസ്റ്റ് ആണുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് പൊസഷൻ, ഈ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടിയിൽ ഇവർക്ക് ഒരേ ഇൻട്രസ്റ്റും ഒരേ അധികാരവും ഒക്കെയാണ് എല്ലാ കോപ്പാസ്റ്ററി മെമ്പേഴ്സിനും ഉള്ളത്. അതുപോലെ തന്നെ ഏത് കോപ്പാസ്റ്ററി മെമ്പറിനും പാർട്ടീഷൻ ഏത് സമയത്ത് വേണോ ആവശ്യപ്പെടാം. ഓക്കെ, അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അടുത്തത്, ഇൻ എ കോപ്പാസ്റ്ററി members are added by birth and reduced by death. അതായത് ഒരു കോപ്പാസ്റ്ററിക്കകത്ത് മെമ്പേഴ്സിനെ ബൈ ബർത്ത് അവർ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡെത്ത് വഴി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ എ കോപ്പാസ്റ്ററി പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ഇസ് ബേസ്ഡ് ഓൺ സർവൈവർഷിപ്പ്, നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് സക്സഷൻ. അതായത് സർവൈവർഷിപ്പ് ആണ് ഇവിടെ ഇൻഹെറിറ്റൻസിനെ ബേസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഹെറിറ്റൻസ് ബേസ് ചെയ്യുന്നത് സർവൈവർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഡോക്ടറിനെയാണ്, സക്സഷൻ അല്ല. അതായത് ഇപ്പൊ ഒരു കോപ്പാസ്റ്ററി മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലീഗൽ ഹയേഴ്സിനായിരിക്കില്ല അതിന്റെ ഇൻട്രസ്റ്റ് പോകുന്നത്. പകരം ബാക്കി എക്സിസ്റ്റ് ആയ കോപ്പാസ്റ്ററി മെമ്പേഴ്സ് ആരൊക്കെയാണോ അവർക്കായിരിക്കും ഈ പറഞ്ഞ ഷെയർ അല്ലെങ്കിൽ ഇയാളുടെ ഇൻട്രസ്റ്റ് പോകുന്നത്. ഓക്കെ, ഇപ്പം മരിച്ചുപോയ ഡിക്കീസ്ഡ് പേഴ്സന്റെ ഇൻട്രസ്റ്റ് പോകുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോപ്പാസ്റ്ററി മെമ്പേഴ്സിനായിരിക്കും, അല്ലാതെ അയാളുടെ ലീഗൽ ഹയേഴ്സിനായിരിക്കില്ല. ലീഗൽ ഹയേഴ്സിന് പോകുന്നത് ആണ് സക്സഷൻ. ഇതിപ്പോ സർവൈവർഷിപ്പ് ആയതുകൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോപ്പാസ്റ്ററി മെമ്പേഴ്സിനായിരിക്കും പോകുന്നത്. A significant change had happened with the enactment of Hindu Succession Amendment Act 2005, which granted equal copastory rights to daughters. As a result, daughters also have the same rights and liabilities as that of sons. അതായത് നേരത്തെ പറഞ്ഞു 2005 ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ അമെന്റ്മെന്റ് പ്രകാരം കോപ്പാസ്റ്ററിക്കകത്ത് ഡോട്ടേഴ്സിനും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, സണ്ണിനെ പോലെ തന്നെ. നേരത്തെ 2005 മുന്നേ മെയിൽ മെമ്പേഴ്സിന് മാത്രമേ കോപ്പാസ്റ്ററി മെമ്പേഴ്സ് ആവാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോ ഡോട്ടേഴ്സിനും ഇതിനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് അവർക്ക് സണ്ണിന്റെ ഈ മെയിൽ മെമ്പേഴ്സിന് എത്രത്തോളം റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ടോ അത്രയും റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഡോട്ടേഴ്സിനും ഉണ്ട്. അടുത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പാസ്റ്ററി. Unity of ownership, community of interest, fluctuating shares, no definite share under partition, limited number of co-partners, existence of karta, survivorship. യൂണിറ്റി ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടിക്ക് മേലെയുള്ള കോപ്പാസ്റ്ററി മെമ്പേഴ്സിന്റെ ഓണർഷിപ്പ് റൈറ്റ്സ് എല്ലാം എന്താണ് യൂണിറ്റി ഒരേപോലെയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, ഈ ഇത്തരം ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടിക്ക് മേലെയുള്ള ഇൻട്രസ്റ്റും ഇവർക്കെല്ലാം ഒരുപോലെയാണ്. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ഷെയർസ്, അതായത് ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടിക്ക് മേലെയുള്ള കോപ്പാസ്റ്ററി മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഷെയർ ഡെത്ത് വഴി ഇൻക്രീസ് ആവുകയും ബർത്ത് വഴി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരാൾ ജനിക്കുമ്പോൾ ഒരു കോപ്പാസ്റ്ററി മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് കുറയും, അതുപോലെ തന്നെ മരിക്കുമ്പോൾ കോപ്പാസ്റ്ററി മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് കൂടും. അടുത്ത നോ ഡെഫിനിറ്റ് ഷെയർ അണ്ടിൽ പാർട്ടീഷൻ വരെ ഒരു മെമ്പറിനും ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഷെയർ ഇല്ല. പിന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് കോപ്പാസ്റ്ററിക്കകത്ത് മെയിനായിട്ട് 4 ജനറേഷൻസ് ആണല്ലോ, കോമൺ ആൻസെസ്റ്റർ തൊട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന 4 ജനറേഷൻസ് ആണ് കോപ്പാസ്റ്ററി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ലിമിറ്റഡ് നമ്പർ ഓഫ് കോപ്പാസ്റ്റേഴ്സ്. അടുത്ത എക്സിസ്റ്റൻസ് ഓഫ് കർത്ത, എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആണ് കർത്തയായിട്ടുള്ളത്, മാനേജർ ഓഫ് ദി ഫാമിലി എന്ന് പറയും എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അടുത്ത സർവൈവർഷിപ്പ്, സർവൈവർഷിപ്പും ഞാൻ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ഡ്യൂട്ടീസ് ഓഫ് കോപ്പാസ്റ്റേഴ്സ്, ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ഫാമിലി മെമ്പേഴ്സ്, ഡ്യൂട്ടി ടു ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്,
duty to preserve family property, duty to respect authority of Karta, and duty to contribute to family welfare. സോ ഇതിനകത്ത് എല്ലാ കോപ്പാർട്ട്നേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്യൂട്ടി ടു ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു ബാധ്യതയുണ്ട്. അതുപോലെ ഫാമിലി പ്രോപ്പർട്ടിയെ പ്രിസർവ് ചെയ്യാനുള്ളൊരു ബാധ്യതയുണ്ട്. പിന്നെ കർത്തയുടെ അതോറിറ്റിയെ റെസ്പെക്ട് ചെയ്യണം എല്ലാ കോപ്പാസ്റ്ററി മെമ്പേഴ്സും. പിന്നെ ഫാമിലി വെൽഫെയറിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് പറഞ്ഞ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ് ഫാമിലി വെൽഫെയറിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അതൊന്ന് പ്രിസർവ് ചെയ്യണം. നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ പറഞ്ഞ കോപ്പാസ്റ്ററി മെമ്പേഴ്സിനാണ്. അടുത്ത ടോപ്പിക്ക് ലയബിലിറ്റീസ് ഫോർ കോപ്പാസ്റ്ററീസ് ആണ്. അപ്പൊ അതിനകത്ത് വരുന്നത് ലയബിലിറ്റി ഫോർ ഫാമിലി ഡെപ്റ്റ്, ലയബിലിറ്റി ഫോർ ആക്ട് ഡൺ ഫോർ ഫാമിലി ബെനിഫിറ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി ഫോർ പേഴ്സണൽ ആക്ട്, ഈക്വൽ ലയബിലിറ്റി ഫോർ ഫീമെയിൽ കോപ്പാസ്റ്റേഴ്സ്. ഇതിൽ ലയബിലിറ്റി ഫോർ ഫാമിലി ഡെപ്റ്റ് എന്ന് വെച്ചാൽ ജോയിന്റ് ഫാമിലിയുടെ പേരിൽ എടുക്കുന്ന ഡെപ്റ്റിന്റെ ഒക്കെ ലയബിലിറ്റി എപ്പോഴും കോപ്പാസ്റ്റേഴ്സിനായിരിക്കും. അതുപോലെ ഫാമിലി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ടിന്റെ ലയബിലിറ്റി വരുന്നതും കോപ്പാസ്റ്റേഴ്സിനായിരിക്കും. അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി ഫോർ പേഴ്സണൽ ആക്ട്, ഈ കോപ്പാസ്റ്ററിയിലെ ഒരു മെമ്പർ ചെയ്യുന്ന പേഴ്സണൽ ആക്ടിന്റെ ലയബിലിറ്റി മറ്റ് മെമ്പേഴ്സിന് വരില്ല. അത് ആരാണോ ആ ഒരു ആക്ട് ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ അതിന്റെ ലയബിലിറ്റി വരത്തുള്ളൂ. അടുത്ത ഈക്വൽ ലയബിലിറ്റി ഫോർ ഫീമെയിൽ കോപ്പാസ്റ്റേഴ്സ്, അതായത് മെയിൽ കോപ്പാസ്റ്റേഴ്സിന് എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം ഫീമെയിൽ കോപ്പാസ്റ്റേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. അടുത്തത് കോപ്പാസ്റ്ററി പ്രോപ്പർട്ടീസ് ആൻഡ് സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് കോപ്പാസ്റ്ററി പ്രോപ്പർട്ടീസിനകത്ത് വരുന്നതാണ് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. ഇതെന്ന് പറയുന്നത് ഒരു മെയിൽ ഹിന്ദു അയാളുടെ ഫാദറിനോ ഫാദേഴ്സ് ഫാദർ ഗ്രാൻഡ് ഫാദറിനോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനോ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടിയാണ് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രോപ്പർട്ടിയിൽ ഈ മെയിൽ ഹിന്ദുവിന്റെ മകനും കൊച്ചുമകനും ആൻഡ് കൊച്ചുമകന്റെ മകനും എല്ലാം ബർത്ത് റൈറ്റ് ജനിക്കുമ്പോൾ തന്നെ അതില് റൈറ്റ് വരും. ഓക്കെ, അങ്ങനെയുള്ളതാണ് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. ഇനി ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിന്ന് കിട്ടിയ ഇൻകം കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതും ഒരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി എന്നുള്ള ആദായം എടുത്തിട്ട് നമ്മളൊരു ഫർണിച്ചറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ മേടിക്കുവാണെങ്കിൽ ആ പ്രോപ്പർട്ടിയും ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയിട്ട് മാറും. അടുത്ത ജോയിന്റ് അക്വിസിഷൻസ് ആണ്. The properties acquired by the joint labor of the co-partners will be presumed to be joint family property. അതായത് co-partnersന്റെ ജോയിന്റ് ലേബർ വഴി അക്വയർ ചെയ്ത പ്രോപ്പർട്ടി ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി ആയിട്ട് പ്രസ്യൂം ചെയ്യും. And however, this presumption is rebutable by the co-partners intentionally by keeping such properties as their separate property. And ഈ ഒരു പ്രിസംഷൻ റിബ്യൂട്ടബിൾ ആണ്. അതായത് കോപ്പാർട്ട്നേഴ്സിന് ഇന്റൻഷനലി ഇങ്ങനെ ജോയിന്റ് ലേബർ വഴി അവർ ആക്വയർ ചെയ്ത പ്രോപ്പർട്ടി അവരുടെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആക്കി വെക്കാനും സാധിക്കും. അടുത്ത വരുന്നത് ബ്ലെൻഡഡ് പ്രോപ്പർട്ടി ആണ്. ഇഫ് എ കോപ്പാർട്ട്നർ ഹാസ് ആക്വയർഡ് സം പ്രോപ്പർട്ടി ബൈ ഹിസ് ഓൺ ടോയിൽ ആൻഡ് മോയിൽ ഇന്റൻഷനലി അബാൻഡൻസ് ഹിസ് റൈറ്റ് ഓവർ സച്ച് പ്രോപ്പർട്ടി, the property will become joint family property. അതായത് ഒരു കോപ്പാർട്ട്നർ അയാളുടെ സ്വന്തം അധ്വാനം മൂലം ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്തു, എന്നിട്ട് ആ പ്രോപ്പർട്ടിക്ക് മേലെയുള്ള അയാളുടെ എല്ലാ റൈറ്റ്സും അയാൾ അബാൻഡൺ ചെയ്തു, ഉപേക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് സെപ്പറേറ്റ് പ്രോപ്പർട്ടീസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അത് സപ്രതിബന്ധതയാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഓർ ഒബ്സ്ട്രക്റ്റഡ് ഹെറിറ്റേജ് എന്ന് ഇതിനെ പറയും. ആൻഡ് ദീസ് ആർ ദി properties inherited from relatives other than father, grandfather, great grandfather. Such properties will be treated as separate property. അതായത് ഫാദറിനോ ഗ്രാൻഡ് ഫാദറിനോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനോ അല്ലാതെ ഉള്ള റിലേറ്റീവ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് ഇങ്ങനെ സപ്രതിബന്ധതയ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം മറ്റേണൽ അങ്കിള്, അമ്മയുടെ അച്ഛനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഈ പറഞ്ഞ ഫാദറോ ഗ്രാൻഡ് ഫാദറോ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറോ അല്ലാതെയുള്ള ഏതെങ്കിലും ഒരു റിലേറ്റീവിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടീസിനെയാണ് സപ്രതിബന്ധതയ എന്ന് പറയുന്നത്. അടുത്ത ഗിഫ്റ്റഡ് പ്രോപ്പർട്ടി. ഇഫ് എ മെയിൽ ഹിന്ദു
receives some property from his friends or relatives by way of gift, such property will be treated as separate property. അതായത് ഏതെങ്കിലും ഒരു മെയിൽ ഹിന്ദു അയാളുടെ ഫ്രണ്ട്സിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്നോ ഏതെങ്കിലും പ്രോപ്പർട്ടി റിസീവ് ചെയ്യാണ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് ആയിട്ട് എന്താ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുവാണെങ്കിൽ ആ പ്രോപ്പർട്ടീസിനെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് റിക്കവേർഡ് ലോസ്റ്റ് ഫാമിലി പ്രോപ്പർട്ടി. അതായത് ഒരു കോപാർട്ട്ണർ ലോസ്റ്റ് ആയി പോയ ഏതെങ്കിലും ഒരു ഫാമിലി പ്രോപ്പർട്ടി റിക്കവർ ചെയ്യുവാണ് വിത്തൗട്ട് യൂസിങ് ഫാമിലി ഫണ്ട്. ഫാമിലി ഫണ്ടിൽ നിന്ന് അല്ലാതെ ആള് ആ ഒരു ലോസ്റ്റ് പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കുവാണെങ്കിൽ ഹി ക്യാൻ ടേക്ക് 1/4 ഓഫ് ദി ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി ആസ് ഹിസ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. അതായത് ആ കോപാർട്ട്ണർ അയാളുടെ സ്വന്തം അധ്വാനം മൂലം ഫാമിലി ഫണ്ട് ഒന്നും യൂസ് ചെയ്യാതെ ലോസ്റ്റ് ആയി പോയ ഒരു ഫാമിലി പ്രോപ്പർട്ടി അയാൾ തിരിച്ചു പിടിക്കുവാണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ 1/4 ഷെയർ ഇയാൾക്ക് സ്വന്തമായിട്ട് സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അത്തരം പ്രോപ്പർട്ടീസ് മൂവബിൾ ആണെങ്കിലോ ആ പ്രോപ്പർട്ടി മൊത്തത്തില് ഈ പറഞ്ഞ കോപാർട്ട്ണറിന് ആരാണോ തിരിച്ച് റിക്കവറർ ആരാണോ അയാൾക്ക് എടുക്കാൻ സാധിക്കും. ആൻഡ് ഇഫ് ദ റിക്കവറർ ഇസ് കർത്ത ഓഫ് ദി ഫാമിലി ഹി ക്യാൻ ടേക്ക് ഇറ്റ് ഫുള്ളി വെദർ ഇറ്റ് ഈസ് മൂവബിൾ ഓർ ഇമൂവബിൾ. ഇനിയിപ്പോ തിരിച്ചു പിടിക്കുന്ന ആള് കർത്തയാണെങ്കിലോ കർത്തയ്ക്ക് അത് മൂവബിൾ ആണെങ്കിലും ശരി ഇമൂവബിൾ ആണെങ്കിലും ശരി ആ പ്രോപ്പർട്ടി മൊത്തത്തിൽ അയാളുടെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആക്കി എടുക്കാൻ സാധിക്കും. അടുത്തത് സെൽഫ് ആക്വിസിഷൻസ്. പ്രോപ്പർട്ടീസ് അക്വയർഡ് ബൈ എ കോപാർട്ട്ണർ ബൈ ഹിസ് ഓൺ ലേബർ വിൽ ബി ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. അതായത് ഏതെങ്കിലും ഒരു കോപാർട്ട്ണർ അയാളുടെ സ്വന്തം ലേബർ മൂലം അക്വയർ ചെയ്ത പ്രോപ്പർട്ടീസിനെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്തത് ഗെയിൻസ് ഓഫ് ലേണിംഗ് ആണ്. ഇതിനകത്ത് ഒരു കോപാർട്ട്ണർ അയാളുടെ എഡ്യൂക്കേഷനോ സ്കിൽസോ മൂലം അക്വയർ ചെയ്ത പ്രോപ്പർട്ടീസോ ഇൻകത്തിനെയോ ആണ് ഗെയിൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കോപാർട്ട്ണർ അയാളുടെ എഡ്യൂക്കേഷൻ ഒക്കെ അതിന്റെ എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്തത് ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടീസ് നിന്നാണെങ്കിൽ അയാൾ ആ എഡ്യൂക്കേഷൻ മൂലം അക്വയർ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യുമോ അതോ സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യുമോ? ഇതായിരുന്നു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ റൂൾ അനുസരിച്ച് ഇത് ഒരു ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ 1930 ഹിന്ദു ഗെയിൻസ് ഓഫ് ലേണിംഗ് ആക്ട് ഇനാക്ട് ചെയ്തു. അപ്പൊ ഈ ആക്ട് പ്രകാരം ഇങ്ങനെ അക്വയർ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് ആരാണോ അക്വയർ ചെയ്യുന്നത് അയാളുടെ സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അടുത്തത് ഗവൺമെന്റ് ഗ്രാന്റ്സ്. A property, whether movable or immovable, granted by government to a co-partner will be his separate property. അതായത് ഗവൺമെന്റ് ഗ്രാന്റ് ചെയ്ത ഒരു കോപാർട്ട്ണറിന് ഗവൺമെന്റ് ഗ്രാന്റ് ചെയ്ത പ്രോപ്പർട്ടി അത് മൂവബിളോ ഇമൂവബിളോ ആയിരിക്കും, അത് അയാളുടെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് സോൾ കോപാർട്ട്ണർ. If the joint family property devolves on a sole surviving co-partner, it will become his separate property. അതായത് ഒരു ജോയിന്റ് ഫാമിലിയിൽ ഒരൊറ്റ സോൾ കോപാർട്ട്ണർ സർവൈവിംഗ് ആയിട്ടുള്ള ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചുപോയി എന്നെല്ലാം വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടീസ് ഒക്കെ അയാളുടെ മാത്രം സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. പക്ഷെ ഈ പറഞ്ഞ സോൾ സർവൈവിംഗ് കോപാർട്ട്ണറിന് ഒരു മകനോ മകളോ ജനിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രോപ്പർട്ടീസ് വീണ്ടും ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടീസ് ആയിട്ട് മാറും. അടുത്തത് ഇൻകം ഫ്രം സെപ്പറേറ്റ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം സെപ്പറേറ്റ് പ്രോപ്പർട്ടി ഓർ property acquired with such income will be separate property of the co-partner. അതായത് ഈ സെപ്പറേറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം കൊണ്ട് അക്വയർ ചെയ്ത പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അതിന് കിട്ടിയ ഇൻകമോ ഈ പറഞ്ഞ കോപാർട്ട്ണറിന്റെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. സോ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.